ഇലക്ഷൻ അടുത്തപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുടെ പെരുമഴയാണ് ഈ ബഡ്ജറ്റ്. ഏതാണ്ട് 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് ജീവനക്കാരുടെ ക്ഷാമബത്ത കൊടുത്തിട്ടില്ല, സമയബന്ധിതമായി ശമ്പള പരിഷ്കരണം കൊടുത്തിട്ടില്ല, ശമ്പള പരിഷ്കരണത്തിനൊരു വെയിറ്റേജ് കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയ ശമ്പള കൊള്ള നടത്തിയ ഒരു ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ച ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് മുമ്പിൽ ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരാനിരിക്കുന്നു. ഒരു കാവൽ മന്ത്രിസഭയായി മാറാൻ പോവുകയാണ്. ഒരു കാവൽ ഗവൺമെൻറ്റായി മാറാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അടുത്ത മാസം 1 ഗഡു ക്ഷാമബത്ത, അതിനുശേഷം 15% വരുന്ന ക്ഷാമബത്ത കുടിശ്ശിക അതിനടുത്ത മാസം, ഇങ്ങനെ ശമ്പള കമ്മീഷൻ 3 മാസത്തിനകം വരുന്നു, ഇവിടെ ശമ്പളം പരിഷ്കരിക്കുന്നു. ഇത് ആർക്കിങ്ങനെ പറയാൻ കഴിയും? സത്യം പറഞ്ഞാൽ ഇതെടുത്ത് വായിച്ച് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു ഇതായി മാറിയിരിക്കുന്നു ഈ ബഡ്ജറ്റ്. അപ്പോൾ ഇത് പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ അങ്ങ് നടത്തുകയാണ്. ഈ പ്രഖ്യാപനം തന്നെയല്ലേ അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കും എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അത് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുമെന്ന്. അപ്പോൾ അവിടെ 50% വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ 50% പെൻഷനായി കൊടുക്കും, മറ്റേ DR കൊടുക്കും, DA കൊടുക്കും. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതിലെല്ലാം എവിടെയാണ് ഫണ്ട് വകകൊള്ളിച്ചിട്ടുള്ളത്? ധനദൃഢീകരണം നടന്നു എന്ന് പറയുന്നു. ദൃഢീകരണം നടന്നതിൻ്റെ രേഖകളും പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഇത്രയും നാളുള്ള ശമ്പളവും അതിൻ്റെ കുടിശ്ശികയും, ഏതാണ്ട് അനുവദിച്ച ക്ഷാമബത്തയുടെ 190 മാസത്തെ കുടിശ്ശിക, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക, ബാക്കിയുള്ളത് ഇതെല്ലാം സർക്കാർ കൊടുക്കണ്ടേ? അപ്പോൾ കുറ്റകരമായ ഈ ഗവൺമെൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്ന തരത്തിൽ ഇത്രയും വരുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണം കൊള്ളയടിച്ച് അവരുടെ ശമ്പളവും ആനുകൂല്യം പിടിച്ചു വച്ചിട്ട് ബോധപൂർവം കൊടുക്കാതിരുന്ന ഈ ഗവൺമെൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. മനഃപൂർവ്വം ഒരു ഉദ്യോഗസ്ഥരെ അവരുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം നിലവിലേക്ക് നിയമപരമായ സാധുത അനുസരിച്ച് അവരുടെ സാലറിയും വേജസും കൊള്ളയടിച്ചിട്ട് ഇപ്പോൾ അവസാന മാസത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി അത് മടക്കി കൊടുക്കുന്ന കള്ളൻ കട്ട മുതലെല്ലാം മടക്കിക്കൊടുത്ത് മാതൃകയാകുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെയാണ് അധിക ശമ്പളം ഓഫർ ചെയ്യുന്നത്? ഒരു ശമ്പള കമ്മീഷൻ വന്ന് പഠിച്ചിട്ട് ആ 5 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ശമ്പള സ്കെയിൽ കാലോചിതമായി ഇപ്പോൾ 19 മാസം കൂടി കഴിയുന്നു. കഴിഞ്ഞ 2025-24 ശമ്പളം പരിഷ്കരിക്കേണ്ടതാണ്. 24 ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 24 ജൂലൈ കഴിഞ്ഞിട്ട് 19 മാസക്കാലം പിന്നിടുന്നു. അപ്പോൾ ഒരു കമ്മീഷനെ പോലും വെക്കാൻ ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് കുടിശ്ശികയാകുന്നതിന് മുമ്പ് തന്നെ ശമ്പള കമ്മീഷൻ വരികയാണ്. ഇപ്പോൾ അങ്ങനെ പോലും ചെയ്യുന്നില്ല. അപ്പോൾ ശമ്പള കമ്മീഷൻ വന്ന് 3 മാസം കഴിഞ്ഞ് വന്ന് ഇവിടെ ശമ്പളം പരിഷ്കരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 2 വർഷം കൂടി 7 വർഷം പിന്നിടുകയാണ്. അന്നത്തെ വില നിലവാരം, അതിൻ്റെ സൂചിക, അതിൻ്റെ സാലറി, വേജസ്, മറ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഇതെല്ലാം എങ്ങനെയാണ് സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയുന്നത്? ഈ സർക്കാരിനെ കൊണ്ട് കഴിയില്ല. ചുരുക്കത്തിൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാണാൻ കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അതുതന്നെ നടക്കും. ഒരിക്കലും ഈ ഗവൺമെൻറ്റിനെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. സംസ്ഥാനത്ത് ഏതാണ്ട് 20% വരുന്ന വോട്ട് ഷെയറുള്ള ഒരു വലിയ വിഭാഗം ഈ സർക്കാരിനെതിരായി മാറിയിരിക്കുന്നു. കാരണം അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ വാങ്ങൽ ശേഷി നഷ്ടപ്പെട്ടു. അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് ശമ്പള ശോഷണം ഏതാണ്ട് 10, 30, 40% സർക്കാർ കൊള്ളയടിച്ചു. എന്നിട്ട് എന്തെങ്കിലും 10% അതിന് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ ഇലക്ഷൻ അടുത്തുകൊണ്ടുള്ള ചില തട്ടിപ്പുകളാണ്, ചില പ്രഖ്യാപനങ്ങളാണ്. ഇതെല്ലാം ജലരേഖയാണ്. ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.